തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിളും പാലും വെച്ചിട്ട് നല്ല ടേസ്റ്റിയായ ഒരു പുഡിങ്ങാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി വെക്കാം. ക്രീം നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് പതപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം ആദ്യം ഇത്. വിപ്പിംഗ് ക്രീം റെഡി ആയി കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ പതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാകുമ്പോഴത്തേക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് നമ്മൾ വെക്കാൻ പോവാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് കൈതച്ചക്കയാണ്. കൈതച്ചക്ക നന്നായിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് പാലാണ്. ആദ്യം കൈതച്ചക്ക അരച്ച് മാറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് കൈതച്ചക്ക അരച്ചെടുക്കുന്ന സമയം കൊണ്ട് പാലൂടെ നല്ലാണ്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. കൈതച്ചക്ക നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുറേ ബിസ്ക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ബിസ്ക്കറ്റ് ഇവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് നോക്കാം. പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അരച്ചു വച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടി നന്നായിട്ടൊന്ന് വേവിച്ച് കുറുക്കിയെടുക്കാം. പാല് നന്നായി തിളച്ച് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം, ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി. പൈനാപ്പിൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഈ കാച്ചി വെച്ച പാലിനകത്തോട്ട് ഒരു തവി അമൃതം പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അമൃതം പൊടിയും കൂടെ ഒഴിച്ചെടുത്ത് നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമുക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് ആറി കിട്ടണം. ഇപ്പോൾ എല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ലെയറായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ട്രെയിലോട്ട് ഞാൻ ആദ്യം ഒഴിക്കാൻ പോകുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഒരു ലെയർ വിപ്പിംഗ് ക്രീം, നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് പൗഡർ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂണും കൊണ്ട് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിന് മുകളിലേക്ക് ഒഴിക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടാണ്. നന്നായി മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഈ കൂട്ട് തയ്യാറാക്കുന്നതിൻ്റെ കൂടെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മധുരം കൂടുതൽ കിട്ടും. ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം മധുരം കുറവ് മതിയതുകൊണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും ഒരു ലെയർ വിപ്പിംഗ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഏറ്റവും ലാസ്റ്റിലായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടെ ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ ഇട്ടതിന് ശേഷം ഏറ്റവും മുകളിലോട്ട് ഞാൻ ചോക്ലേറ്റ് പൗഡർ ചെറുതായിട്ട് ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായി കിട്ടും. പക്ഷെ നമ്മൾ 1 മണിക്കൂറേ വെക്കാൻ പോകുന്നുള്ളൂ. ഇതൊന്ന് ഫ്രിഡ്ജ് വെച്ചേക്കാം. പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂറോളം ഞാൻ വെച്ചു. ഞാൻ 1 മണിക്കൂറെന്ന് പറഞ്ഞാൽ എടുത്തപ്പോൾ 2.5 മണിക്കൂറോളം ആയി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം.